കർത്താവിൽ പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനങ്ങൾ പഠിക്കുവാനും മധുര ഗായകനായ ദാവീദിൻ്റെ ഇമ്പസ്വരം കേൾക്കുവാനും നമുക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതും അതിൽ ഇഴുകിച്ചേരുന്നതും ദൈവത്തോട് ചേരുന്നതിന് സമമാണ്. ഈ ക്വാർട്ടറിൽ ഉടനീളം നിങ്ങൾ ഞങ്ങളോടൊപ്പം ദൈവവചനം പഠിക്കുവാൻ ചേരുവാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ഈ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത് സങ്കീർത്തനങ്ങൾ ആമുഖമായി ഉള്ളതായ പാഠപുസ്തകമാണ്. ഈ പാഠപുസ്തകം നാം പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ദൈവ ആത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി സ്റ്റുഡിയോയിൽ 2 മഹത് വ്യക്തികൾ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ജോയ് സത്യനേശൻ സാർ ഇന്ന് ഞങ്ങളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. സങ്കീർത്തനങ്ങൾ എന്ന ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നതിനായി ഇവിടെ സ്റ്റുഡിയോയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സാറിനെ വ്യക്തിപരമായും ഈ പാഠപഠനത്തിൻ്റെ നാമധേയത്തിലും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ ബിനോയ് ജേക്കബ് ദാസ് ഇന്ന് ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് സ്റ്റുഡിയോയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഏറ്റവും സന്തോഷപൂർവ്വം ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യും. നാം ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത് സങ്കീർത്തനങ്ങൾ എന്ന ഒരു കളക്ഷൻ ഓഫ് ബുക്സിൻ്റെ കാര്യഗൗരവത്തിൽ നിന്നുകൊണ്ടാണ്. സങ്കീർത്തനങ്ങൾ ഒരു പുസ്തകമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഒരു ഗാന സമാഹാരമാണ് എന്നാണ് സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ധാരാളം എഴുത്തുകാരുണ്ട്, ധാരാളം ശൈലിയിലുള്ളതായ എഴുത്തുകൾ അതിനകത്തുണ്ട്. പൊതുവെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നതായ ഈ ഗ്രന്ഥം ഒരു കാവ്യാത്മക രീതിയിലാണ് അത് തുലനം ചെയ്ത് നാം പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. നാം ഈ പാഠം പഠിക്കുമ്പോൾ നമ്മോടൊപ്പം പഠിക്കുന്നതായ ദൈവമക്കൾ അനുഗ്രഹീതരാകുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 1-ാമത്തെ പാഠമാണ്. സങ്കീർത്തനങ്ങൾ എങ്ങനെ വായിക്കാം എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമ്മോടുകൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44 മുതൽ 45 വരെയുള്ളതായ വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞതായ വാക്കുകളാണ്. അതിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് സങ്കീർത്തന പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനു വേണ്ടിയാണ് ഈ മനപ്പാഠവാക്യം നമുക്ക് നൽകിയിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 5 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ ഭാഗം 1 മുതൽ 41 വരെയുള്ളതായ ഭാഗങ്ങളും 42 മുതൽ 72 വരെയുള്ളതായ സങ്കീർത്തനങ്ങൾ 2-ാം പുസ്തകമായും 73 മുതൽ 89 വരെയുള്ളതായ സങ്കീർത്തനങ്ങൾ 3-ാം പുസ്തകമായും 90 മുതൽ 106 വരെയുള്ളതായ സങ്കീർത്തനങ്ങൾ 4-ാം ഭാഗമായും 107 മുതൽ 150 വരെയുള്ളത് 5-ാമത്തെ ഭാഗമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സങ്കീർത്തനങ്ങൾ 5 ഭാഗമാക്കുവാൻ തക്കവണ്ണം സംഗതിയായിരിക്കുന്നത് ഇസ്രായേലിൻ്റെ നിയമദാതാവായിരുന്നതായ മോശയുടെ 5 പുസ്തകങ്ങൾക്ക് സമാനമായിട്ടാണ് ഈ പുസ്തകങ്ങളെയും വിഭാഗിച്ചിരിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, ചില സങ്കീർത്തനങ്ങൾ എഴുതാൻ പ്രേരിപ്പിച്ച സന്ദർഭങ്ങൾ എന്തെല്ലാമാണ്? ധാരാളം സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ ചില എഴുതാൻ പ്രേരിപ്പിച്ചതായ സംഭവങ്ങൾ എന്തൊക്കെയാണ്? സങ്കീർത്തനങ്ങൾ യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടത് ആരാധനയുടെ ഭാഗമായിട്ടാണ്. സ്വകാര്യമായ ആരാധന ആയിരുന്നാലും പൊതുവായ ആരാധനയിലും ആണ് സങ്കീർത്തനങ്ങൾ എഴുതിയത്. ദൈവത്തിനെക്കുറിച്ചുള്ള സ്തുതികളാണ്. എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്, അവൻ്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവത്തോടുള്ള നന്ദി, ചെയ്തു ചെന്ന ഉപകാരങ്ങൾക്കുള്ള കടപ്പാട്, ഇതിൻ്റെയൊക്കെ ഭാവമാണ് പാട്ടുകളായി എഴുതിയത്. യഥാർത്ഥത്തിൽ ഈജിപ്ഷ്യൻ ഹലേൽ സ്തുതികൾ,
വൈകുന്നേരത്തും രാവിലെയുമുള്ള പ്രത്യേകമായ കൂടാര പെരുന്നാളിൽ ഉള്ള പ്രാർത്ഥനാ ഗീതങ്ങൾ, പെസഹ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പെസഹ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാടേണ്ടുന്ന പാട്ടുകൾ, കൂടാരം അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പാട്ടുകൾ, അതേപോലെ പ്രദക്ഷിണം ചെയ്യുമ്പോഴുള്ള പാട്ടുകൾ, ആരാധനയുടെ ഭാവമാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതേപോലെ തന്നെ മനുഷ്യജീവിതത്തിൻ്റെ സങ്കടങ്ങൾ, നിരാശകൾ, വിഷമതകൾ, ദൈവം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ദൈവത്തോടുള്ള നിലവിളികൾ, നന്ദികൾ, ദൈവത്തോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ പ്രകടനം ഒക്കെയാണ് യഥാർത്ഥത്തിൽ സങ്കീർത്തനം. പച്ചയായ മനുഷ്യ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇവ എഴുതപ്പെട്ടത്. തീർച്ചയായിട്ടും. സർ, അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ എന്നുള്ളതായ പേര് വളരെ വ്യത്യസ്തമായ ഒരു പേരാണ്. ഇതിൻ്റെ ആവിർഭാവം എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഈ പേര് ഈ ശേഖരത്തിന് വരാൻ കാരണമായി തീരുന്നത്? പൊതുവേ ഹീബ്രു ഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. മറിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ സാംസ് എന്ന് പറയും. അത് ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ സാമോയി എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാത്തിൻ്റെയും ഒത്ത മീനിങ് എന്ന് പറയുന്നത് സ്തുതി തന്നെയാണ്. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ നേരത്തെ പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ സങ്കീർത്തനങ്ങൾ സ്തുതികളുടെയും ആരാധനയുടെയും ഒരു സമാഹരണമാണ്. അത് പലരുടെയും വേദനകളും കഷ്ടപ്പാടുകളെക്കുറിച്ചും അവരുടേതായ പ്രയാസങ്ങളെയൊക്കെ കുറിച്ചുള്ളൊരു പ്രാർത്ഥനയാണ് പൊതുവെ സങ്കീർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ സങ്കീർത്തനങ്ങളുടെ ഒരു സിംഹഭാഗവും അറിയപ്പെടുന്നത് ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദിൻ്റെ പേരിലാണ്. അത് എത്രമാത്രം വാസ്തവമാണ് എന്ന് നാം പഠിക്കേണ്ടതായി ഉണ്ട്. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരനെ അഥവാ ദാവീദിനെ ഇസ്രായേലിൻ്റെ മധുരഗായകൻ എന്ന് പറയുന്നത്? മിക്കവാറും എല്ലാ സങ്കീർത്തനങ്ങളും എഴുതിയത് ആരാണെന്ന് നോക്കിയാൽ സിംഹഭാഗവും എഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല, ദാവീദിൻ്റെ വ്യക്തി ജീവിതത്തിലും രാജകീയമായിട്ടുള്ള ജീവിതത്തിലും ദൈവത്തിനോടുള്ള ആരാധനാഭാവം വളരെ വലുതായിരുന്നു. അദ്ദേഹം കൂടാരം പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് നൃത്തം ചവിട്ടി എന്ന് വരെ നമുക്ക് കേൾക്കാൻ കഴിയും. അതേപോലെ തീർത്ഥാടന സമയത്ത് പെസഹ പെരുന്നാളുമായി ബന്ധപ്പെട്ട് യാത്ര പോകുമ്പോഴൊക്കെ ഇത്തരം സ്തുതിഗീതങ്ങൾ അദ്ദേഹം ആലപിക്കുമായിരുന്നു. സത്യത്തിൽ രാജസദസ്സിലെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഗീതജ്ഞരെയും അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുകയും അവരെ കൊണ്ട് ഇതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു സംഘാടകൻ ശരിക്കും ദാവീദ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ദാവീദ് ഇസ്രായേലിൻ്റെ മധുര ഗായകൻ തന്നെയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായി പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജോയ് സർ, സങ്കീർത്തനങ്ങൾ അനേകരാൽ എഴുതപ്പെട്ടതാണ്. എന്നാൽ പാസ്റ്റർ ബിനോയ് പറഞ്ഞതുപോലെ ഭൂരിഭാഗവും സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതി എന്നാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ആരെയാണ് ഈ സങ്കീർത്തനം എഴുതിയത്? സങ്കീർത്തനങ്ങൾ എല്ലാം 150 സങ്കീർത്തനങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ ഭൂരിഭാഗവും നേരത്തെ ബിനോയ് പാസ്റ്റർ പറഞ്ഞതുപോലെ ദാവീദ് രാജാവ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എങ്കിലും സങ്കീർത്തനങ്ങൾ അനേകർ രചിച്ചതാണ്. പ്രധാനമായും സംഗീതജ്ഞരായ ലേവ്യരാണ് ഈ സങ്കീർത്തനങ്ങൾ രചിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അതിൽ പ്രധാനമായും ചില വ്യക്തികളുടെ പേര് തന്നെ പറയുന്നുണ്ട്. ഏകദേശം സങ്കീർത്തനം 50 കൂടാതെ സങ്കീർത്തനം 73 മുതൽ 83 വരെ ആസാഫിൻ്റെ സങ്കീർത്തനങ്ങളായിട്ടാണ് നാം കാണുന്നത്. കൂടാതെ സങ്കീർത്തനങ്ങൾ 42, അതുപോലെ 44 മുതൽ 47, സങ്കീർത്തനം 49, 84, 85, 88 ഇതെല്ലാം കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനങ്ങളായിട്ടാണ് നാം ബൈബിൾ വായിക്കും മനസ്സിലാകുന്നത്. കൂടെ സങ്കീർത്തനം 88 ഹേമൻ എന്ന് പറയുന്ന വ്യക്തി രചിച്ചു. 89 എസ്രാഹ്യനായ ഏതാൻ രചിച്ചു. പിന്നെ ശലോമോൻ ജ്ഞാനി സങ്കീർത്തനം 72ഉം 177ഉം രചിച്ചു. പിന്നെ മോശയുടെ സങ്കീർത്തനമുണ്ട്, 90ാമത്തെ സങ്കീർത്തനങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട രചയിതാക്കളായിട്ട് നാം പൊതുവെ കാണുന്നത്. ചില സങ്കീർത്തനങ്ങൾ ആരോഹണം, അവരോഹണം, ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ പേരില്ലാത്തതായ സങ്കീർത്തനങ്ങളും ഉണ്ട്. ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ പേരില്ലാത്ത സങ്കീർത്തനങ്ങളൊക്കെ ഇസ്രായേലിയർ ഒരുമിച്ച് പാടിയതായ പാട്ടുകളായിരിക്കും. അതുകൊണ്ടാണ് ആരോഹണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാസ്റ്റർ ബിനോയ്, ഈ സങ്കീർത്തനങ്ങൾ എഴുതുമ്പോഴൊക്കെ അതിനൊരു പശ്ചാത്തലമുണ്ട്. പലപ്പോഴും ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാക്കൾ ഒക്കെ അവർ പാപവുമായി മല്ലിട്ടതായ വ്യക്തിജീവിതങ്ങളാണ്. അവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താനും ദൈവത്തോട് അവരുടെ അപേക്ഷകളെ കഴിപ്പാനുമായി ഈ സങ്കീർത്തനങ്ങൾ രചിച്ചപ്പോൾ നമുക്ക് അതിലെന്ത് പ്രത്യാശയാണ് ലഭിക്കുന്നത്? പാപികളായ നമുക്ക് ഇത്തരത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങുവാനുമുള്ളതായ പ്രാപ്തിയും കാര്യക്ഷമതയും ഉണ്ടാകുമോ? എന്താണ്?
നോക്കുകയാണെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുമ്പാണ് സങ്കീർത്തനം എഴുതപ്പെട്ടതെന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ടതയ്ക്ക് നമുക്ക് എന്തൊക്കെയാണോ ദൈവത്തോട് പറയാൻ തോന്നുന്നത് അതൊക്കെ നമുക്ക് കാണാം. നമുക്ക് സങ്കടം വരുമ്പോൾ, നമുക്ക് വേർപാടിൻ്റെ വേദനകൾ അനുഭവിക്കുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾക്ക് നന്ദി പറയുമ്പോൾ, ദൈവം നമ്മളോട് കാണിച്ച വിശ്വസ്തത, ദൈവം നമ്മളോട് കാണിച്ച നന്മ, അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ കേന്ദ്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് നോക്കാൻ പറ്റുന്ന, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന, നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ദൈവസ്നേഹത്തിൻ്റെ പ്രതീക്ഷ നമ്മളിലേക്ക് ആവഹിക്കാനും പറ്റുന്ന ഒരു ഉറവിടമാണ് സങ്കീർത്തനം. അത് നമ്മൾ ആലപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ദൈവാശ്വാസത്തിൻ്റെയും ദൈവസാമീപ്യവും മനസ്സിലാക്കാൻ പറ്റും. ഓരോ സങ്കീർത്തനങ്ങളും ഓരോ പശ്ചാത്തലത്തിൽ നിന്ന് ഉടലെടുത്തതായ സങ്കീർത്തനങ്ങളാണ്. ജോയ് സാർ, വിവിധ തരങ്ങളിലുള്ളതായ സങ്കീർത്തനത്തിൻ്റെ ഈ ശേഖരത്തിൽ ഉണ്ട്. അത് ഏതൊക്കെയാണ്? നേരത്തെ പാസ്റ്റർ തന്നെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ സങ്കീർത്തനങ്ങൾ പ്രധാനമായും 5 പുസ്തകങ്ങളായിട്ടാണ് അത് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ നാം നോക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 1 മുതൽ 41 വരെ ആദ്യത്തെ പുസ്തകവും, രണ്ടാമത്തെ പുസ്തകവും 42 മുതൽ 72 വരെയുള്ള സങ്കീർത്തനങ്ങളും, മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 73 മുതൽ 89 വരെയുള്ള സങ്കീർത്തനവും, നാലാമത്തെ പുസ്തകം 90-ാം സങ്കീർത്തനം മുതൽ 106 വരെയും, അഞ്ചാമത്തെ പുസ്തകമായിട്ട് 107-ാം സങ്കീർത്തനം മുതൽ 150-ാം സങ്കീർത്തനം വരെ, അങ്ങനെ 5 പുസ്തകങ്ങളായിട്ടാണ് സങ്കീർത്തനത്തെ മൊത്തത്തിൽ കാണുന്നത്. പക്ഷേ ഇതിലൊരു വലിയൊരു പ്രത്യേകത ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് മോശ എഴുതിയതായ ആദ്യത്തെ 5 പുസ്തകങ്ങളുമായി തുലനം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തന്നെയാണ് ഈ സങ്കീർത്തനങ്ങൾ 150 ഉദ്ദേശിക്കുന്നതെന്ന് ലേഖകൻ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുന്നു. കർത്താവ് യേശുക്രിസ്തു വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതായ പുസ്തകങ്ങളുടെ ഒരു ശേഖരം കൂടെയാണ് ഈ സങ്കീർത്തനം. കാരണം കർത്താവ് യേശുക്രിസ്തുവും ഇതിനെ കോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പാസ്റ്റർ ബിനോയ്, ചില സങ്കീർത്തനങ്ങൾ എഴുതാൻ ചില ശൈലികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ശൈലികളെ നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ തക്കവണ്ണം സാധിക്കും? പാരലിസം നമുക്ക് പറയാം. ഒരുപക്ഷെ മലയാളത്തിൽ നമുക്ക് പ്രാസം എന്ന് പറയാം. ചില പ്രത്യേക വാക്കുകൾ, ചില പ്രത്യേക പ്രയോഗങ്ങൾ ആവർത്തിച്ച് വരിക, അതിലൂടെ എഴുത്തുകാരന് പറയാനൊരു സന്ദേശമുണ്ടാകും. ആ സന്ദേശത്തെ ദ്യോതിപ്പിച്ച് കാണിക്കലാണ് പാരലിസം. ഒരുപക്ഷെ പരിഭാഷപ്പെടുമ്പോൾ മൂലഭാഷയുടെ ആ സൗന്ദര്യം, ശബ്ദവും നമുക്ക് ക്രമവൽക്കരണവും മാറിപ്പോയിട്ടുണ്ടാകാം. പക്ഷെ എങ്കിലും പലപ്പോഴും സംഗീതമായിട്ട് തന്നെ സങ്കീർത്തനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് ഭാവനാസമ്പന്നമായ ചില വാക്കുകൾ, ഉപമകളും ഉപമേയങ്ങളും ഉപയോഗിച്ചിട്ടാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതലിനെ ദൈവത്തിൻ്റെ ചിറകടികൾ, കഴുകൻ്റെ ചിറകടികൾ സംരക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒരു കഴുകൻ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ, തള്ളി താഴെയിട്ടിട്ട് ചിറകിൽ വഹിക്കുന്നത് പോലെ, തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിക്കുന്നത് പോലെ എന്നുള്ള ഉപമേയങ്ങൾ, അത്തരത്തിലുള്ള ഉപമേയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് മെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ മരണം, ജീവിതം, സന്ധ്യ, പ്രഭാതം, സന്ധ്യ, ഇങ്ങനെയുള്ള വാക്കുകൾ, എതിർഭാവങ്ങളുള്ള വാക്കുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള എഴുത്തുകളുണ്ട്. പിന്നീട് വാക്കുകളുടെ ഒരു വേർഡുകളുടെ ഒരു പ്ലേ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ചില പ്രത്യേകമായ വാക്കുകൾ ആവർത്തിക്കുക, ചില പ്രത്യേക വാക്കുകളുമായിട്ട് കൂട്ടിച്ചേർക്കുക. പ്രത്യേകിച്ച് 119-ാം സങ്കീർത്തനം ന്യായപ്രമാണത്തെക്കുറിച്ച് അവിടെ എഴുതുമ്പോൾ ഒരു വാക്യത്തിൽ തന്നെ ഒരേ അർത്ഥം വരുന്നതായ 2 പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടൊക്കെ തീർച്ചയായിട്ടും. ജോയ് സാറേ, അതുപോലെ തന്നെ ഈ സങ്കീർത്തനങ്ങളിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനാ ഭാഗങ്ങളിൽ വരുമ്പോൾ എൻ്റെ ദൈവമേ, കർത്താവേ, എൻ്റെ രാജാവ്, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, നോക്കൂ, എന്നെ വിടുവിക്കണമേ, എനിക്ക് സഹായം ആരും ഇല്ല എന്നൊക്കെയുള്ളതായ ചില പേഴ്സണൽ പ്രയോഗങ്ങളൊക്കെ ദൈവത്തോട് ഈ സങ്കീർത്തനം എഴുതുന്നതായ കർത്താക്കൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ ഗുണം സാധിക്കും. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഒരു ഇൻറ്റിമസി ലെവൽ എത്രമാത്രം വലുതാണ്? പൊതുവേ സങ്കീർത്തനക്കാരിൽ എല്ലാവരും വ്യക്തിപരമായി ദൈവത്തോട് കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം.
വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് പലപ്പോഴും എൻ്റെ ദൈവമേ, എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, പലപ്പോഴും ആ ഒരു പദങ്ങൾ നാം പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായി ദൈവവുമായി അത്രമാത്രം ബന്ധമുള്ളവർക്ക് മാത്രമേ എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ അങ്ങനെയുള്ളൊരു പദപ്രയോഗം ഉപയോഗിക്കുവാൻ കഴിയും. അപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ അവിടെ ഏക വിഷയം എന്ന് പറയുമ്പോൾ അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ നിരാശകളിൽ ദൈവം അവരെ കൈവിട്ടോ എന്നൊരു ചിന്ത ഇത് ധ്വനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമേ എന്നെ നോക്കണമേ, എന്നെ ശ്രദ്ധിക്കണമേ, എൻ്റെ നിരാശ കാണണമേ എന്നൊക്കെയുള്ള ഒരു വ്യക്തിപരമായ ഒരു വിളിയാണ് ദൈവത്തോട് അവരുടെ അപേക്ഷകളായിട്ട് ഇവിടെ കാണുന്നത്. നാം ഈ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് പേഴ്സണലൈസ് ചെയ്യുവാനൊക്കെ സാധിക്കും. കാരണം മറ്റൊരാൾ എഴുതിയതാണെങ്കിൽ പോലും അത് എൻ്റെ ജീവിത അനുഭവമായി തുലനം ചെയ്യാനും ഞാൻ കടന്നു പോകുന്നതായ പ്രതിസന്ധികളിൽ ഞാൻ ഒരുപക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇത്തരത്തിലായിരിക്കും പ്രാർത്ഥിക്കുന്നത് എന്ന് ഇത് വ്യക്തിപരമായി അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സങ്കീർത്തനങ്ങളെല്ലാം തന്നെ വ്യക്തിപരമായി ദൈവത്തോട് കഴിച്ചതായ പ്രാർത്ഥനയെന്ന് സാർ പറഞ്ഞതുപോലെ അത് ശരിയാണ്. കാരണം അവരവരുടെ അനുഭവങ്ങളിൽ നിന്ന്, അവരവരുടെ പശ്ചാത്തലങ്ങളിൽ നിന്ന് പച്ചയായ ദൈവവുമായിട്ടുള്ളതായ സമ്പർക്കത്തിൻ്റെ ഒരു ചരിത്രമാണ് ഈ സങ്കീർത്തനത്തിലൂടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ ഒരു മനുഷ്യനോടെന്ന പോലെ ദൈവത്തോട് സംസാരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഞങ്ങൾ വേഗം മടങ്ങി വരും, ഞങ്ങളോടൊപ്പം ആയിരിക്കും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, സങ്കീർത്തനങ്ങൾ എത്രമാത്രം വ്യക്തിപരമായ ദൈവത്തോടുള്ളതായ പ്രാർത്ഥനകളായിരുന്നു എന്നുള്ളതാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് യേശു സങ്കീർത്തനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചത്? നാം ഇന്ന് മനപ്പാഠ വാക്യത്തിൽ വായിച്ചതുപോലെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചതുപോലെ, യേശു പറഞ്ഞു സങ്കീർത്തനങ്ങളിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അത് പരസ്യമായി പറയുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചത്? കാരണം യഥാർത്ഥത്തിൽ വേദപുസ്തകം മുഴുവൻ യേശു ക്രിസ്തുവിനെയും രക്ഷാപദ്ധതിയും വിവരിക്കുന്നതാണ്. അപ്പോൾ സങ്കീർത്തനങ്ങളിലും മറിച്ച് വേറൊരു കാര്യവുമില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ യഹൂദരായ മനുഷ്യരോട് പറയണം, ഞാൻ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതുമാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ചരിത്ര സംഭവങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അത് ചരിത്രത്തിലെ ചില കാര്യങ്ങളാണ്. അപ്പോൾ യേശുക്രിസ്തു അതിനെ ഉദ്ധരിക്കുമ്പോൾ യേശുക്രിസ്തു സ്വയം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ഈ ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ രക്ഷാപദ്ധതി ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ നേർസാക്ഷ്യമാണ്, അന്ന് സംഭവിച്ചതാണ് എന്ന് അവരെ ഓർമ്മിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഒരു രാജ്യം എന്നതിലുപരി ആത്മീയമായ അർത്ഥത്തിൽ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ, സാമൂഹ്യമായ വ്യത്യാസങ്ങൾ, അവരനുഭവിച്ച പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതിഷേധങ്ങൾ, അതൊന്നുമില്ലാതെ തന്നെ യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കൃപ, യേശുവിൻ്റെ രക്ഷാപദ്ധതി എല്ലാവർക്കും തുല്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൂടി പ്രത്യാശയും പ്രതീക്ഷയും അന്നത്തെ ജനങ്ങൾക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സങ്കീർത്തനത്തിലെ മനോഹരമായ യേശുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ യേശു പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപക്ഷെ കർത്താവ് യേശു ക്രിസ്തു ഇത് പറയാൻ ഉണ്ടായതായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു അത് പറയാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ബുദ്ധിഹീനരായ മനുഷ്യർ അത് ഗ്രഹിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു എടുത്ത് പറയുവാനുള്ളതായ കാര്യമുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സർ, അതുപോലെ സങ്കീർത്തനക്കാരൻ അഥവാ സങ്കീർത്തനം എഴുതിയതായ വ്യക്തികൾ, അവർ സങ്കീർത്തനങ്ങൾ എഴുതാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർ എപ്രകാരമാണ് ഈ സങ്കീർത്തനങ്ങളിൽ മുഴുകിയത്, ഈ പ്രാർത്ഥനാ ഗീതങ്ങളിൽ മുഴുകുവാൻ ഇടയായത്? പൊതുവെ സങ്കീർത്തനങ്ങളുടെ പ്രധാന കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം ദൈവത്തെ കേന്ദ്ര കഥാപാത്രമായി ചിത്രീകരിച്ചുകൊണ്ടാണ് എല്ലാ സങ്കീർത്തനങ്ങളും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ദൈവമേ, എൻ്റെ രാജാവേ എന്നുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുവാൻ കാരണം. ഇവിടെ സങ്കീർത്തനം എഴുതുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ഒരു വസ്തുത എന്ന് പറയുന്നത് ദൈവമാണ് അവരുടെ സൃഷ്ടാവെന്നും ദൈവമാണ് അവരുടെ ന്യായാധിപനെന്നും ദൈവം അവരെ എല്ലാ കഷ്ടങ്ങളിലും കരുതിക്കൊള്ളും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ പൊതുവെ ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് 150 സങ്കീർത്തനങ്ങളും മൊത്തത്തിൽ അത് പ്രതിപാദിക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് അവരുടെ എല്ലാമാണ് എന്നതായ ഒരു ചിന്ത അവരിലുണ്ട്. കാരണം കാണപ്പെടുന്നതായ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥം എന്ന സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ തന്നെ ഇസ്രായേലിലുള്ളതായ സകല മനുഷ്യരും ദൈവമാണ് അവരുടെ എല്ലാം എന്ന് കരുതിയത് കൊണ്ടാണ് വാസ്തവത്തിൽ അവർക്ക് എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുവാനും പാടുവാനും ദൈവത്തോട് പച്ചയായി സംസാരിക്കുവാനും ഒക്കെ സാധിച്ചത്. പാസ്റ്റർ ബിനോയ്,
സ്വർഗത്തിൽ വസിക്കുന്നതായ ഒരു ദൈവത്തെ നമുക്ക് അറിയാം. എന്നാൽ ഇസ്രായേലിൻ്റെ ഈ കാവ്യാത്മകത നാം പരിശോധിക്കുമ്പോൾ ഈ സ്വർഗത്തിൽ വസിക്കുന്നതായ ദൈവം സിയോനിൽ വസിക്കുന്നു എന്നുള്ളതായ ഒരു പ്രതിധ്വനി മിക്കവാറും സങ്കീർത്തനങ്ങളിൽ കാണുവാൻ തക്കോണം സാധിക്കും. അത് എങ്ങനെയാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? തീർച്ചയായിട്ടും ദൈവവും മനുഷ്യരും തമ്മിൽ യാതൊരു വേർതിരിവുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഉപമയാണ്. ദൈവം അങ്ങ് അകലെ ദൂരത്തെവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. ദൈവം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ സിയോനിൽ ദൈവമുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ രാജാവ് നമുക്കൊപ്പമുണ്ട്. യേശു പറഞ്ഞ അതാണ്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. രക്ഷാപദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരിക, ദൈവം മനുഷ്യനായി വന്ന് രക്ഷാപദ്ധതി വിശദീകരിച്ചു തരിക, മാതൃക കാണിച്ചു തരിക എന്ന് പറയുന്ന ഒരു വലിയ ആശയം അത് വേറെ എങ്ങും നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് പറയുന്നത്, സിയോനിലിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഇടയിൽ പാർക്കുന്നു. ഇവിടെ സിയോനിൽ ദൈവമുണ്ട് എന്നുള്ള പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. സർ, നമ്മുടെ ദൈവ വിശ്വാസം ഇന്ന് ജീവിക്കുന്നവർക്ക് ചരിത്രപരമായ ഒരു ധാരണ നമുക്കുണ്ട്. കാരണം ഇസ്രായേലിനെ നയിച്ചതായ ദൈവം ഇപ്രകാരമായിരുന്നു. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തിപരമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. ദൈവം അവരുടെ ഇടയിൽ വസിക്കുന്നവനാണ്, ദൈവം അവരോടൊപ്പം നടക്കുന്നതായ ഒരു ദൈവമാണ്, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതായ ഒരു ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് അവർക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. പാസ്റ്റർ ബിനോയ് പറഞ്ഞതുപോലെ സിയോനിൽ വസിക്കുന്നതായ ഒരു ദൈവം. വാസ്തവത്തിൽ ഈ ഒരു ചിന്ത ഇസ്രായേലിനെ എപ്രകാരം മുൻപോട്ട് നയിക്കുവാനുള്ളതായ ശക്തി നൽകി? പൊതുവെ അവരുടെ കഷ്ടങ്ങളിൽ നിലവിളികളിലൊക്കെയും അവരുടെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നുവെന്നും അവരോടൊപ്പം സമീപം സിയോനിൽ തന്നെ ഉണ്ട് എന്നുള്ള ദൃഢമായ ഒരു വിശ്വാസം അവരുടെ ആശങ്കകൾക്കും അവരുടെ വ്യാകുലതകൾക്കും എല്ലാം പരിഹാരം അത് നിശ്ചയിച്ചിരുന്നു. കാരണം അവരുടെ പ്രാർത്ഥനയും നിലവിളികളൊക്കെയും പലപ്പോഴും ദൈവം കേൾക്കുകയും ഉടനടി തന്നെ അവർക്ക് മറുപടി നൽകുകയും ചെയ്തു. അവരുടെ ജീവിതത്തിലെ പശ്ചാത്തലത്തിൽ അവരെ സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ട് തീർച്ചയായും സിയോനിൽ വസിക്കുന്ന ദൈവം അവരുടെ സമീപം തന്നെ ഉണ്ട് എന്ന് അവർക്ക് ഉൾക്കൊള്ളുവാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കും ശരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നതായ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ഉറപ്പ് നമുക്കുണ്ട് എങ്കിൽ അത് വളരെ കംഫർട്ടിംഗ് ആണ്, വളരെ ആശ്വാസകരമാണ്. തീർച്ചയായും ഇസ്രായേലിനെ നയിച്ചത് ആ ഒരു ചിന്തയും ദൈവം മറിച്ച് അവരോട് കൂടെ നയിച്ചതുമായ കഥയാണ്. ഇന്ന് ഈ പാഠം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഞാൻ ദൈവനാമത്തിൽ പാസ്റ്റർ ബിനോയെ നന്ദി പറയുന്നു. ജോയ് സാറിനെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇസ്രായേലിൻ്റെ മധുര ഗായകനായ ദാവീദ് അനേക സങ്കീർത്തനങ്ങൾ രചിച്ചു. എന്നാൽ പേരില്ലാത്തതായ അനേകർ സങ്കീർത്തനങ്ങൾ രചിച്ചിരിക്കുന്നതായും നമുക്ക് സങ്കീർത്തന ശേഖരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആ ഓരോ സങ്കീർത്തനങ്ങളും നമ്മുടെ പേരിൽ എഴുതി ചേർക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നാം കൂടി വരുമ്പോൾ നമുക്കും സങ്കീർത്തനങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ വ്യക്തിപരമായ ദൈവവുമായുള്ള ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ദൈവ ബന്ധത്തെക്കുറിച്ച് നമുക്ക് പാടുവാനും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം നമ്മുടെ സമീപസ്ഥനാണ് എന്ന് മനസ്സിലാക്കുവാനും തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചാൽ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും സ്വർഗത്തിലേക്കുള്ളതായ യാത്രയ്ക്കും അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ ക്വാർട്ടറിൽ മുഴുവനായും ഞങ്ങളോടൊപ്പം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.